ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല കല്യാണ വീട്ടിൽ കിട്ടുന്ന നമ്മള് കല്യാണ വീട്ടിലേക്ക് കൊണ്ട് തയ്യാറാക്കുന്ന സാമ്പാറുണ്ടല്ലോ, നല്ല അടിപൊളി കുറുകി വരുന്ന സാമ്പാർ. അതെങ്ങനെ നമ്മുടെ വീട്ടിൽ ചെയ്യാം എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ സാമ്പാറാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല രീതിയിലാണ് തയ്യാറാക്കുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അറിയാൻ പറ്റാത്ത ആരും ഇല്ലെന്ന് നമുക്കറിയാം. എന്നാലും നിങ്ങളൊന്ന് നോക്കിക്കോ ഇതെങ്ങനാ ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മുടെ വീഡിയോയിലിടാൻ പോയാലോ, വാ. അതിനായി ഞാനൊരു ചരുവ എടുത്തിട്ടുണ്ട്. ആ ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തു. എന്നിട്ട് അതിനകത്ത് 4 പച്ചമുളക് രണ്ടായിട്ട് കീറിയതും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10-20 ചെറിയ ഉള്ളിയും, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാർ പരിപ്പ് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഒരു 250 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. ആ പരിപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം എന്താ നല്ലോണം വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് പറഞ്ഞാൽ നമ്മളെ മലക്കറി കഷ്ണങ്ങളാണ്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാറിന് ഇടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഇട്ടിട്ട് ഇതിനകത്ത് ഞാൻ തക്കാളി ഇപ്പോൾ ഇട്ടിട്ടില്ല, തക്കാളി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ വെണ്ടയ്ക്ക അമരയ്ക്ക എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കായപ്പൊടിയും, പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം. പിന്നെ ഒരു ശകലം ഉപ്പും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. അത് ഉപ്പൊക്കെ നിങ്ങൾ നോക്കി പരുവത്തിനാക്കി ഇടുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു ചെറിയ തിളയാകുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നിട്ട്, പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 4 തക്കാളിയാണ്. 4 ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് കൂട്ടുകാർ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും, നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വലിയ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കൂട്ടുകാരെ ലൈക്ക് അടിക്കാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. മലക്കറി ഐറ്റംസ് ഒക്കെ ഒരു 3/4% വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. അതായത് 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കുമ്പോൾ നമ്മൾ കട്ട പിടിക്കാത്ത രീതിയിൽ തന്നെ നല്ലോണം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മല്ലിപ്പൊടി കൂട്ടി ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ വടക്കംപുളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പിഴിപുളി ചേർക്കാവുന്നതാണ്. പുളി നോക്കി നിങ്ങൾ ചേർത്താൽ മതി. നമ്മൾ തക്കാളി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നത് മറ്റേ മല്ലിയിലയാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. വെജിറ്റബിൾ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഉലുവാപ്പൊടിയാണ്. ഞാൻ 1 സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ തോനെ എടുത്തുകൊണ്ടാണ് 1 സ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഏകദേശം നമ്മുടെ 90% നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇനി ഒറ്റ സംഭവം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാകും. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സാമ്പാറാണ്. കല്യാണ വീടുകളിൽ പെട്ടെന്ന് ഇതേ കണക്ക് ടേസ്റ്റായിട്ട് കിട്ടുന്ന അതേ രീതിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുവാണ്. ഇനി നമ്മൾ കടുതാളിച്ചൊഴിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, വറ്റൽമുളകുണ്ട്, കടുകുണ്ട്, കറിവേപ്പിലുണ്ട്. ഇതെല്ലാം കൂടെ താളിക്കുകയാണ്. താളിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇളക്കാതെ തന്നെ നമ്മൾ ചെറുതീയിലാക്കിയിട്ട് നമ്മളിതങ്ങ് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. നമ്മൾ ആ കടുതാളിച്ചിട്ട് അങ്ങനെ തന്നെ ചെറിയ തീ തന്നെ ഇട്ടിരുന്നതാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ 2-3 ദിവസം വേണമെങ്കിലും വെച്ച് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ല. ഇതുപോലെ ഒരു പുതിയ വീഡിയോ വീണ്ടും